അസ്സലാമു അലൈക്കും. എന്തെല്ലാം ഉണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കും അൽഹംദുലില്ലാഹ് സുഖം തന്നെയാണ്. പിന്നെ ഇന്നിപ്പം ഇത് മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകിയതാണ്. അപ്പം നമ്മളിന്നൊരു മന്തിൻ്റെ സിമ്പിൾ മന്തി റെസിപ്പി പിന്നെ ഒരു മയോണൈസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മന്തി റൈസ് നമ്മൾ ആദ്യം തന്നെ കഴുകി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിന്. പിന്നെ ഒരു കുക്കറിലേക്ക് ചെറിയ പീസാക്കിയ ചിക്കനാണ്. അപ്പോൾ അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളകിൻ്റെ മണി പൊടിക്കാത്തതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു മാഗിൻ്റെ കട്ട, പിന്നെ ഒരു ചെറിയ സവോളൻ്റെത് ചോപ്പ് ചെയ്തിട്ടിടുന്നുണ്ട്. പിന്നെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ വലിയ പീസൊക്കെ ആണെങ്കിൽ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണേ. അങ്ങനെ പിന്നെ അതൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള വെക്കട്ടോ. അതിലും കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു സമയം കൊണ്ട് 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണേ. കുക്കർ വെച്ച് മൂടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാതെയും ഇങ്ങനെ ചെയ്യട്ടോ. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇത് ഫ്രൈ ചെയ്ത് ഇട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ മോൾക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പം പിന്നെ ഞാൻ ഒന്ന് മാറ്റി പിടിച്ചാണേ. അങ്ങനെ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം മന്തി റൈസും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊരു 80% ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. 80% വേവിച്ചെടുക്കണം. പിന്നെ ചിക്കന് നമ്മളൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം വീണ്ടും ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ബാക്കി വന്നതൊക്കെ നമ്മൾ ചോറിൻ്റെ ഇടയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സിമ്പിൾ മന്തി കേട്ടോ, പെട്ടെന്ന് ചെയ്യട്ടോ. അപ്പോൾ ഇടയിലൊക്കെ വേണമെങ്കിൽ മഞ്ഞളും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മുകളിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കനൽ ഒന്ന് റെഡിയാക്കിയേ, അതും കൂടി വെച്ചെടുത്ത് 2-3 പച്ചമുളക് വെച്ച് കൊടുക്കണേ. ഞാൻ ഒരുപാട് പച്ചമുളക് വെച്ച് കൊടുക്കുന്നില്ല, കാരണം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, പിന്നെ വേസ്റ്റ് ആവും. പിന്നെ ആ കണലും വെച്ചെടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി മന്തി റെഡിയാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാനൊന്നും ലുക്കില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പാലുകൊണ്ടാണ് നമ്മളിന്ന് മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ അരക്കപ്പ് പാല്, അരക്കപ്പ് പറഞ്ഞാൽ 250 മില്ലിയൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അത്രയും. പിന്നെ കുറച്ച് വിനാഗിരിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരിത്തിരി പഞ്ചസാരയും കൂടി ചേർത്തെടുത്തേ. പിന്നെ ആദ്യം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ തന്നെ ഓയിൽ ഒഴിച്ച് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടില്ല മയോണൈസ് കിട്ടും കേട്ടോ, പാലുകൊണ്ടാണ്. അപ്പോൾ ഈ എഗ്ഗിൻ്റെ പച്ചച്ചോയൊന്നും ഇല്ലാണ്ട് കിട്ടുക. അപ്പോൾ ഈ 2 റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ സിമ്പിളായിട്ട് മുട്ട വരക്കിട്ട് പൊരിച്ചതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വേറെ ഫ്രൈയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ 2 റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്ത് പോരായ്മകളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാലേ ഉള്ളൂ എനിക്ക് അത് തിരുത്താൻ പറ്റുക വീണ്ടും. കാരണം ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല, എന്നാലും അത്യാവശ്യമൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാം ഇപ്പോൾ പെർഫെക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ലല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ കുറേ സമയമാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ച് പിന്നെ കുറച്ച് ഈത്തപ്പഴം കൂടി